ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭാരം, ഒരു പൈശാചിക പീഡ, എന്തെങ്കിലും ഒരു ശത്രുക്കളുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മണ്ണ് വിട്ടുപോവുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ആ മണ്ണിലിരുന്ന് നന്നായി പ്രാർത്ഥിച്ചാൽ ആ മണ്ണിൽ ദൈവത്തിന്റെ ശക്തി അങ്ങ് വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇരുട്ട് മാറണമെങ്കിൽ ചെയ്യേണ്ടത് എന്താ? അവിടെ തിരി കത്തിക്കണം, അവിടെ പ്രകാശം നിറയണം. പ്രാർത്ഥന ഉയർന്നാൽ ഉറപ്പിച്ചോ, അവിടെ പിന്നെ പിശാചിനിരിക്കാൻ പറ്റിയല്ല. സാത്താന്റെ അടിത്തറ തകർക്കുന്നതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥന. ശ്രദ്ധിച്ചോളൂ, കുടുംബ പ്രാർത്ഥന കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ആ മണ്ണിൽ സാത്താൻ ഇരിക്കാൻ പറ്റിയല്ല. സാത്താന്റെ തന്ത്രം എന്താ? ആദ്യം നമ്മളെ തമ്മിൽ വിഘടിപ്പിക്കും, കുടുംബ അംഗങ്ങളെ തമ്മിൽ വിഘടിപ്പിക്കും, പലതരത്തിൽ വിഘടിപ്പിക്കും. എന്നിട്ട് ആ കുടുംബ പ്രാർത്ഥന നശിപ്പിച്ചു കളയും. അതാണ് സാത്താൻ്റെ ഒരു തന്ത്രം. അത് ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും കുടുംബത്തിൽ അങ്ങനെ കുടുംബ പ്രാർത്ഥന നശിച്ചു പോയെങ്കിൽ വീണ്ടും ആരംഭിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ നല്ല പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നല്ല പ്രാർത്ഥനയാണ്, സമ്മതിച്ചു. വീട്ടുകാരോ? അച്ഛാ അവരൊക്കെ അവരുടേതായ ഒരു പ്രാർത്ഥനാ ശൈലി ഉള്ളവരാ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ അച്ഛാ, ഞാൻ എൻ്റെ മുറി ഇരുന്നുകൊണ്ട് എനിക്ക് കുറേ പ്രാർത്ഥനകളുണ്ട്, അതെല്ലാം ഞാൻ ചെല്ലും, വിശ്വസ്തയോടെ ചെയ്തു. ബാക്കിയുള്ളവരോ? അവരവരുടേതായ പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് മതിയോ? പോരാ. ഇവിടെ സംഭവിക്കുന്നത് എന്നാ? സാത്താൻ അവൻ്റെ തന്ത്രം കൊണ്ട് ഇട്ടിരിക്കുക. അവര് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും അച്ഛാ. ഞാൻ പറഞ്ഞു, അപ്പൊ കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് ശ്രമിച്ചുകൂടെ? എൻ്റെ അച്ഛാ, കാലമൊക്കെ മാറിയില്ലേ, പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ. അച്ഛൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. കാരണം പണ്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു, ഞാനൊക്കെ വളർന്ന വീട്ടിൽ. അച്ഛ, ഇപ്പൊ കാലം മാറി അച്ഛാ. അവരുടെ സ്വാതന്ത്ര്യം പ്രധാനപ്പെട്ടതല്ലേ. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ പ്രാർത്ഥിച്ചോട്ടെ, നമ്മളായിട്ട് ശല്യപ്പെടുത്തുന്നില്ല. നമ്മളായിട്ട് ശല്യപ്പെടുത്തുന്നില്ല. കുടുംബത്തിലുള്ളവരെയും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഇരുത്തുക എന്നുള്ളത് നിന്റെ കടമയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, കുടുംബത്തിലുള്ളവരെ വിളിക്കണം കുടുംബ പ്രാർത്ഥനയ്ക്ക്. പറഞ്ഞു കൊടുത്തേ. വിളിക്കണമെന്ന്. കുടുംബത്തിലുള്ളവരെ. ഇത് ചില വീടുകൾ കണ്ടിട്ടില്ലേ, കുടുംബനാഥയുടെ പണിയാണ് കുടുംബ പ്രാർത്ഥന നടത്തുക എന്നുള്ളത്. പിശാച് മാറിയിരുന്നൊരു ചിരി ചിരിക്കും, കാരണം അവന്റെ പരിപാടി വിജയിച്ചു. നമ്മുടെ കുടുംബത്തെ വിഘടിപ്പിക്കുക, കുടുംബ പ്രാർത്ഥന നശിപ്പിക്കുക എന്നുള്ളത് സാത്താന്റെ ഒരു തന്ത്രമാണ്.